Hi everyone. ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് എക്സാം കഴിഞ്ഞ ജൂലൈ 19 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല ഒരു എക്സാം തന്നെയായിരുന്നു. ഒരു മോഡറേറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് വന്നത്. അധികം ടഫ് ആണെന്ന് ചോദിച്ചാൽ അധികം ടഫും അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നതിന്റെ ബയോടെക്നോളജി പാർട്ടിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കീ ഡിസ്കഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ബയോടെക്നോളജി പാർട്ടിൽ നിന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസും ഉണ്ട്. ഓപ്ഷൻ എ തോറിയം, യുറേനിയം, പ്ലൂട്ടോണിയം ആൻഡ് റേഡിയം. ഈ 4 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബയോടെക്നോളജിയിൽ നമ്മുടെ മൊഡ്യൂൾ 1 അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, ഐസോട്ടോപ്പ് ആൻഡ് റേഡിയോ ഐസോട്ടോപ്പിൽ. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് റേഡിയം ആണ്. റേഡിയം ആണ് correct answer. The most radioactive element in this group, ഈ ഗ്രൂപ്പിലുള്ള most radioactive element എന്ന് പറയുന്നത് റേഡിയം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the best technique to determine the electrolytes in human plasma. ഹ്യൂമൻ പ്ലാസ്മയിൽ ഉള്ള ഇലക്ട്രോലൈറ്റ്സിനെ ഡിറ്റർമിൻ ചെയ്യാനുള്ള ബെസ്റ്റ് ടെക്നിക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എ GC ഗ്യാസ് ക്രോമറ്റോഗ്രഫി. ഓപ്ഷൻ ബി DTA. DTA എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്. അടുത്തത് AS എന്ന് പറയുന്നത് അറ്റോമിക് അഡ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമെട്രി. ആൻഡ് MS എന്ന് പറയുന്നത് മാസ് സ്പെക്ട്രോമെട്രി. ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ the best technique to determine electrolytes in human plasma is option C, AAS, atomic absorption spectrophotometry വെച്ചിട്ടാണ് ഹ്യൂമൻ പ്ലാസ്മയിലുള്ള ഇലക്ട്രോലൈറ്റ്സിനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. Third question, hydrogen can be used as a biofuel and can be produced directly using sugars and fatty acids by ഏത് ഓർഗാനിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്ലാമിഡോമോണസ്, ഓപ്ഷൻ ബി ക്ലോസ്ട്രിഡിയം, ഓപ്ഷൻ സി സെക്കാരോമൈസിസ്, ഓപ്ഷൻ ഡി ട്രൈക്കോഡർമ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ക്ലോസ്ട്രിഡിയം ആണ് ആൻസർ. ക്ലോസ്ട്രിഡിയം ആണ് ഇതിന്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, one gene one enzyme hypothesis is proposed by. ഈ ഒരു ഹൈപ്പോത്തസിസ് ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫ്രെഡറിക് ഗ്രിഫിത്ത്, ഓപ്ഷൻ ബി ബീഡിൽ ആൻഡ് ടാറ്റം, ഓപ്ഷൻ സി സാഞ്ചർ, ഓപ്ഷൻ ഡി ലിഡർബർഗ്. അപ്പോൾ ഈ വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ബീഡിൽ ആൻഡ് ടാറ്റം ആണ്. ഓപ്ഷൻ ബി ആയിട്ടുള്ള ബീഡിൽ ആൻഡ് ടാറ്റം ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ബയോറിയാക്ടേഴ്സ് ഓപ്ഷൻ 1 കൊടുത്തിട്ടുണ്ട്. എയറേഷൻ സിസ്റ്റം ഇസ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ ഫെർമെന്റർ. രണ്ടാമത്തെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇംപെല്ലർ ക്യാൻ റെഡ്യൂസ് പ്രോപ്പർ എയറേഷൻ. മൂന്നാമത്തെ ഒരു point, impeller blades help to reduce the size of air bubbles. And at the fourth point, a foam controlling device is mounted on top of the fermenter to control contamination. The answer and the options are option A എന്ന് പറയുന്നത് 1 and 2 are correct. അതായത് option 1, aeration system is one of the very important part of a fermenter. അല്ലെങ്കിൽ ഇംപെല്ലർ ക്യാൻ റെഡ്യൂസ് പ്രോപ്പർ എയറേഷനും. ഈ 2 പോയിന്റ്സും കറക്റ്റ് ആണെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 and 3 പോയിന്റ്സ്, ആദ്യത്തെയും മൂന്നാമത്തെയും ആണ് കറക്റ്റ് എന്നാണ് സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 1 and 3 ആർ ഇൻകറക്റ്റ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 1 and 4 ആർ ഇൻകറക്റ്റ്.
ഇങ്ങനെയുള്ള 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ബയോറിയാക്ടറിനെ പറ്റിയുള്ള 4 പോയിന്റ്സ് തന്നിരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇതില് ഈ 4 ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1 and 3 ആർ കറക്റ്റ്. 1 എന്ന് പറയുന്നത് എയറേഷൻ സിസ്റ്റം ഇസ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ ഫെർമെന്റർ. അത് വളരെയധികം കറക്റ്റ് ആണ്. ഒരു ഫെർമെന്ററിൽ എയറേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണുള്ളത്. 1 and 3 തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇംപെല്ലർ ബ്ലേഡ്സ് ഹെൽപ് ടു റെഡ്യൂസ് ദ സൈസ് ഓഫ് എയർ ബബിൾസ്. ഇംപെല്ലർ ബ്ലേഡ്സ് എയർ ബബിൾസിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോ 1ഉം 3ഉം പോയിന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി 1 and 3 ആർ കറക്റ്റ്. അടുത്ത question number 6. Methods for removal of marker genes in transgenic plants. ഏത് മെത്തഡാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ co-transformation and site-specific recombination. Option B transplastomics and gene silencing. Option C polycation treatment and RNA interference. And option D none of these. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The method for removal of marker genes in transgenic plants is co-transformation and site-specific recombination. Option A ആണ് correct answer. അടുത്തൊരു question. In centrifugation, centrifugation-ല് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ ഓപ്ഷൻ എ the sedimentation velocity of a particle is inversely proportional to its mass. Second option, option B, a dense particle moves rapidly than a less dense one because the opposing buoyant force is smaller for a denser particle. Option B, option C, a dense particle moves more rapidly than a less dense one because the opposing buoyant force is higher for a dense particle. Option D, sedimentation velocity does not depend on density of the solution. ഈ 4 ഓപ്ഷൻസ് ആണ് സെൻട്രിഫ്യൂഗേഷൻ റിലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എ ഡെൻസ് പാർട്ടിക്കിൾ മൂവ്സ് മോർ റാപ്പിഡ്ലി ദാൻ എ ലെസ് ഡെൻസ് പാർട്ടിക്കിൾ ബിക്കോസ് ദ ഓപ്പോസിംഗ് ബോയന്റ് ഫോഴ്സ് ഈസ് സ്മോളർ ഫോർ എ ഡെൻസർ പാർട്ടിക്കിൾ. ഡെൻസർ പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഓപ്പോസിംഗ് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്മോളർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സെൽസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ആന്റിബോഡീസ്. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസിൽ ടി ലിംഫോസൈറ്റ് തന്നിട്ടുണ്ട്, ബി ലിംഫോസൈറ്റ് തന്നിട്ടുണ്ട്, നാച്ചുറൽ കില്ലർ സെൽസ് അതാണ് NK സെൽസ്. പിന്നെ അടുത്ത ഓപ്ഷൻ നൺ ഓഫ് ദീസ്. അപ്പോ the cells capable of producing antibodies എന്ന് പറയുന്നത് B lymphocytes ആണ്. B lymphocytes. Half life of radioisotope P32. P32ന്റെ ഹാഫ് ലൈഫ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 7 days, ഓപ്ഷൻ ബി 14 days, ഓപ്ഷൻ സി 87 days and ഓപ്ഷൻ ഡി 164 days. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ is option B 14 days. അടുത്ത ക്വസ്റ്റ്യൻ, മോണോപ്രോട്ടിക് ആസിഡ്. മോണോപ്രോട്ടിക് ആസിഡ് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫോസ്ഫോറിക് ആസിഡ്, ബി സിട്രിക് ആസിഡ്, സി സബ്സനിക് ആസിഡ് ആൻഡ് ഡി ലാക്റ്റിക് ആസിഡ്. ഇനി മോണോപ്രോട്ടിക് ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് an acid that will donate only one proton. ഒരു പ്രോട്ടോണെ മാത്രം ഡൊണേറ്റ് ചെയ്യുന്ന ആസിഡ്സ് ആണ് മോണോപ്രോട്ടിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ അല്ലെങ്കിൽ 4 ആസിഡ്സിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ലാക്റ്റിക് ആസിഡ് ഈസ് എ മോണോപ്രോട്ടിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, transfer of CGTase to potato
leading to the production of transfer of CGTAs to potato leading to production of എന്തിന്റെ പ്രൊഡക്ഷനെ ആയിട്ടാണ് ഈ ലീഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹ്യൂമൻ സി പ്രോട്ടീൻ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ലെഗുമിൻ, ഓപ്ഷൻ സി ഗ്ലൂട്ടലിൻ, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആൽഫ ബീറ്റ സൈക്ലോഡെക്സ്ട്രിൻ. CGTAs എന്ന് പറയുന്നത് സൈക്ലോ മോൾട്ടോഡെക്സ്ട്രിൻ ഗ്ലൂക്കണോ ട്രാൻസ്ഫറേസ് ആ ഒരു എൻസൈം ആണ് CGTAs എന്ന് ഷോർട്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ CGTAs പൊട്ടറ്റോയില് എന്തിന്റെ പ്രൊഡക്ഷനെയാണ് ലീഡ് ചെയ്യിക്കുന്നത്? അപ്പോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആൽഫ ആൻഡ് ബീറ്റ സൈക്ലോഡെക്സ്ട്രിൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത 12th ക്വസ്റ്റ്യൻ. Biological degradation of organic matter of sludge occurs in different stages. സ്ലഡ്ജിന്റെ ഓർഗാനിക് മാറ്ററിന്റെ ബയോളജിക്കൽ ഡീഗ്രഡേഷൻ പല സ്റ്റേജിൽ നടക്കും എന്നാണ് പറയുന്നത്. അതിൽ ഏതൊക്കെ സ്റ്റേജ് ആണെന്നാണ് നമ്മൾ കറക്റ്റ് ആൻസർ കൊടുക്കേണ്ടത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് അസിഡോജെനസിസ് ആൻഡ് മെത്തനോജെനസിസ്, ഓപ്ഷൻ ബി ഹൈഡ്രോളിസിസ് ആൻഡ് മെത്തനോജെനസിസ്, ഓപ്ഷൻ സി മെത്തനോജെനസിസ് ആൻഡ് ബയോഫിലിംസ്, and option D hydrolysis, acidogenesis and methanogenesis. ഇത്രയും പ്രോസസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് സ്റ്റേജ് ആണെന്നുള്ളതാണ് കറക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോ ഓർഗാനിക് മാറ്ററിന്റെ ബയോളജിക്കൽ ഡീഗ്രഡേഷൻ സമയത്ത് ഹൈഡ്രോളിസിസ് നടക്കുന്നുണ്ട്, അസിഡോജെനസിസ് നടക്കുന്നുണ്ട്, മെത്തനോജെനസിസും നടക്കുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹൈഡ്രോളിസിസ്, അസിഡോജെനസിസ് ആൻഡ് മെത്തനോജെനസിസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സൈറ്റോക്രോംസ് ആർ. ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സൈറ്റോക്രോംസ് ആർ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഓക്സിജൻ അക്സെപ്റ്റേഴ്സ്, ഓപ്ഷൻ ബി ഇലക്ട്രോൺ ഡോണേഴ്സ്, ഓപ്ഷൻ സി ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ്, ഓപ്ഷൻ ഡി പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ഡോണേഴ്സ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സൈറ്റോക്രോംസ് എപ്പോഴും ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ. വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എങ്ങനെ റിമൂവ് ചെയ്യാം, എന്തൊക്കെ വെച്ച് റിമൂവ് ചെയ്യാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ബയോ ട്രിക്കിൾ ഫിൽറ്റർ, ബയോ സ്ക്രബർ, ബയോ ഫിൽറ്റർ. ഇത് ഏതൊക്കെ വെച്ച് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ റിമൂവ് ചെയ്യാന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദീസ്. ഈ എല്ലാ ഫിൽറ്റേഴ്സ്, സ്ക്രബേഴ്സ് വെച്ചിട്ടും നമുക്ക് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ റിമൂവ് ചെയ്യാം. ബയോട്രിക്കൽ ഫിൽറ്റേഴ്സും ബയോ സ്ക്രബേഴ്സും ബയോ ഫിൽറ്റേഴ്സും എല്ലാം യൂസ് ചെയ്യുന്നത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ റിമൂവലിനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്മോളസ്റ്റ് വൈറസ്. ഈ 4 ഓപ്ഷനിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വൈറസ് ഏതാണെന്നാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പോക്സ് വൈറസ്, സെക്കൻഡ് ഓപ്ഷൻ ബി അഡിനോ വൈറസ്, ഓപ്ഷൻ സി മിമി വൈറസ്, ഓപ്ഷൻ ഡി മാമ വൈറസ്. ഈ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. മിമി വൈറസ് നമ്മൾ പുതിയൊരു പേരാണ്. ഓൾസോ ജയന്റ് വൈറസസ്. സ്മോളസ്റ്റ് വൈറസസ് അല്ല. മിമി വൈറസ് എന്ന് പറയുന്നത് ജയന്റ് വൈറസ് എന്നാണ്, ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ദേ ആർ മെയിൻലി കോസറ്റീവ് ഏജന്റ്സ് ഓഫ് ന്യൂമോണിയ. ന്യൂമോണിയയുടെ ചില ടൈപ്പ് ഓഫ് ന്യൂമോണിയയുടെ പോസിറ്റീവ് ഏജന്റ്സ് ആയിട്ട് ഈ മിമി വൈറസിനെ കാണാം. അതുപോലെ തന്നെ മാമോ വൈറസും ദേ ആർ ഓൾസോ ലാർജ് ആൻഡ് കോംപ്ലെക്സ് വൈറസ്. ഈ മാമോ വൈറസും ചില ഹോസ്പിറ്റൽ അക്വയർഡ് ന്യൂമോണിയ കേസിൽ, അതായത് നമ്മളിപ്പോ ഒരു ഫീവർ ആയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ആ ഹോസ്പിറ്റൽ അന്തരീക്ഷത്തിൽ നിന്നും നമുക്ക് ചില അസുഖങ്ങൾ പിടിപെടാം.
അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ അക്വേർഡ് ആയിട്ടുള്ള അമോണിയൊക്കെ ഉള്ളൊരു പോസിറ്റീവ് ഓർഗാനിസം ആണ് ഈ മാമ വൈറസ് എന്ന് പറയുന്നത്. ബാക്കി പോക്സ് വൈറസ്, ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ് വൈറസ് ആണ്, അതും ലാർജ് വൈറസുകളാണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അഡ്നോ വൈറസ്. അഡ്നോ വൈറസ് മാത്രമാണ് സ്മോൾ വൈറസ്. പോക്സ് വൈറസ്, മിമി വൈറസ്, മെമ വൈറസ് എല്ലാം ജയന്റ് അല്ലെങ്കിൽ ലാർജ് കോംപ്ലക്സ് വൈറസിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അടുത്ത വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ടെർമിനേഷൻ കോഡോൺ. ടെർമിനേഷൻ കോഡോൺ 3 എണ്ണം ഉണ്ട്. UAA, UAG, UGA. അപ്പോ ഈ ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 3 ടെർമിനേഷൻ കോഡോൺസ് ആണുള്ളത്, UAA, UAG, UGA. ഇപ്പൊ UGA ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓപ്ഷനിൽ AUG ഉണ്ട്. AUG ഇനിഷ്യേഷൻ കോഡോൺ അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഡോൺ എന്നറിയപ്പെടുന്നു. UGA സ്റ്റോപ്പ് കോഡോൺ അല്ലെങ്കിൽ ടെർമിനേഷൻ കോഡോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ. ഓപ്ഷൻ എ സെറീൻ പ്രോട്ടിയേസ്. ഓപ്ഷൻ ബി ഇൻവോൾവ് ഇൻ ക്രിയേറ്റിംഗ് ബ്ലഡ് ക്ലോട്ട്സ്. ഓപ്ഷൻ സി കൺവേർട്ട് പ്ലാസ്മ ഇൻടു പ്ലാസ്മിനോജൻ. ഓപ്ഷൻ ഡി കോസറ്റീവ് അഗ്രിഗേഷൻ ഓഫ് ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സെറീൻ പ്രോട്ടിയേസ്. ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ആണ് സെറീൻ പ്രോട്ടിയേസ്. Option A is the correct answer. Metasic. Metasic is എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ മോഡൽ ഓർഗാനിസം ഡേറ്റാബേസ്. ഓപ്ഷൻ ബി മെറ്റാ ഡേറ്റാബേസ്. ഓപ്ഷൻ സി മൈക്രോ എറേ ഡേറ്റാബേസ്. ആൻഡ് ഓപ്ഷൻ ഡി പ്രൈമറി ഡേറ്റാബേസ്. ഇത് നമ്മുടെ മൊഡ്യൂൾ 10 ആയ ബയോഇൻഫർമാറ്റിക്സിന്റെ അതിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡേറ്റാബേസുകളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ മെറ്റാസിക് എന്ന് പറയുന്നത് അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് എ മെറ്റാ ഡേറ്റാബേസ്. ഓപ്ഷൻ ബി മെറ്റാ ഡേറ്റാബേസ് ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻകംപ്ലീറ്റ് ആന്റിജൻസ്. നമ്മൾ ഇമ്മ്യൂണോളജി ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിച്ചിട്ടുണ്ട്. ആന്റിജൻ ഉണ്ട്, ആന്റിബോഡി ഉണ്ട്, പിന്നെ ഹാപ്റ്റൻസ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആന്റിജൻസ് എന്ന് പറയുന്നത് ഹാപ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ഹാപ്റ്റൻസ്. ഓപ്ഷൻ ബി എപ്പിടോപ്പ്. ഓപ്ഷൻ സി മൈറ്റോജൻസ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഈ 4 ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആന്റിജൻസ് എന്നുള്ളത് ഹാപ്റ്റൻസ് ആണ്. ഓപ്ഷൻ എ ഹാപ്റ്റൻസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. ഇതുപോലെ തന്നെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് RFLP ഈസ് ബേസ്ഡ് ഓൺ പോളിമോർഫിസം. RFLP is based on polymorphism. RFLP എന്ന് പറയുന്നത് restriction fragment length polymorphism. അപ്പൊ അതിന്റെ ഒരു എക്സ്പാൻഷൻ നോക്കിയാൽ തന്നെ it is based on polymorphism. അപ്പൊ അത് ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ്. RFLP is based on polymorphism. RFLPയുടെ എക്സ്പാൻഷൻ തന്നെ അങ്ങനെയാണ്, restriction fragment length polymorphism. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് PCR ബേസ്ഡ് മോളിക്കുലർ മാർക്കേഴ്സ് ആർ ചീപ്പ് ബട്ട് ടൈം കൺസ്യൂമിങ്. PCR ബേസ്ഡ് ആയിട്ടുള്ള മാർക്കേഴ്സ് എല്ലാം ചീപ്പാണ്, ബട്ട് ദേ ആർ ടൈം കൺസ്യൂമിങ്. അങ്ങനെ ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അത്. RAPD is a PCR based method. RAPD എന്ന് പറയുന്നത് റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫിക് DNA. RAPD യുടെ ഡെഫിനിഷൻ തന്നെയുണ്ട്. RAPD is a PCR based ടെക്നിക് എന്ന്. അപ്പൊ RAPD is a PCR based മെത്തേഡ് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
പിന്നെ PCR is not needed of DAF. PCR is not needed of DAF എന്ന് പറയുന്നതും ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 1 and 2 ആർ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 2 and 3 ആർ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 3 and 4 ആർ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 1 and 3 ആർ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഉം 3 ഉം ട്രൂ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1 and 3 ആർ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, which biotyping method focus on the identification of specific surface antigens or markers on microorganisms? Option A, phage typing. Option B, serotyping. Option D, genotyping. And option 4, biochemical typing. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, serotyping ആണ് correct answer. Serotyping is a method which focuses on the identification of specific surface antigens or markers on organisms. അപ്പോൾ ഓപ്ഷൻ ബി serotyping ആണ് correct answer. Which of the following is not a hard cheese? Hard cheese. ചീസിനെ നമുക്ക് ഹാർഡ് ചീസ്, സോഫ്റ്റ് ചീസ് എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ ഈ 4 ഓപ്ഷൻ, അതായത് ഓപ്ഷൻ എ കാമംബർട്ട്, ഓപ്ഷൻ ബി ഗ്രൂവർ, ഓപ്ഷൻ സി പർമേസാൻ, ഓപ്ഷൻ ഡി റൊമാനോ, ഈ 4 ചീസില് ഹാർഡായിട്ടല്ലാത്ത ചീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കാമംബർട്ട്. കാമംബർട്ട് ചീസ് ആണ് ഹാർഡ് ചീസ് അല്ലാത്തത്. Option A, Camembert is the right answer. അടുത്ത question, which process involves the movement of DNA segments from one location to another with the genome contributing to genetic variation in bacteria? 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ട്രാൻസ്പോസിഷൻ, ട്രാൻസ്ലൊക്കേഷൻ. ബാക്കി ഓപ്ഷൻ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഒക്കെ നമുക്കറിയാം. അപ്പോ ഒരു ലൊക്കേഷനിൽ നിന്ന് DNA സെഗ്മെന്റ്സിന്റെ മൂവ്മെന്റ് ആണ്, which is contribute to genetic variation. അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്പൊസിഷൻ. ഓപ്ഷൻ സി ട്രാൻസ്പൊസിഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കോയർ സ്ക്രീൻസ് ആർ. കോയർ സ്ക്രീൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ ഉണ്ട്. First option A, used to remove floating materials like rags, paper, wood from sewage. Option B, used to remove organic materials from the sewage. Option C, used to remove carbon dioxide and ammonia from the sewage. And option D, used to remove odor from the sewage. So, coil screen use ചെയ്യുന്നത് നമ്മുടെ റാഗ്സ്, പേപ്പർ, വുഡ്, സീവേജിൽ നിന്ന് റാഗ്സ്, പേപ്പർ, വുഡ് എന്നിങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോയർ സ്ക്രീൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, and says that coir screens are used to remove floating materials like rags, paper, wood from sewage. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇതില് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് റിക്വയർസ് ഡിസൊല്യൂഷൻ ഓഫ് ദ മെംബ്രെയിൻ വിത്ത് ദ ഡിറ്റർജൻസ്. ഓപ്ഷൻ ബി, മയോഗ്ലോബിൻ is a metalloprotein. Option C, protein folding occurs does not stepwise generally. Option D, molecular docking programs stimulate interactions that takes place when a protein encounters a substrate, inhibitor or other ligand. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്.
അപ്പോൾ ഇതില് 4 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പ്രോട്ടീൻ ഫോൾഡിംഗ് occurs not stepwise generally എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. Identify the technique where mRNA is separated by electrophoresis. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. വെസ്റ്റേൺ ബ്ലോട്ട്, സദേൺ ബ്ലോട്ട്, ഈസ്റ്റേൺ ബ്ലോട്ട് ആൻഡ് നൺ ഓഫ് ദീസ്. ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദീസ്. ഈ ടെക്നിക്കുകളൊന്നുമല്ല സെപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നോർത്തേൺ ബ്ലോട്ട് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ ദ സെപ്പറേഷൻ ഓഫ് RNA. അപ്പോൾ ദ ടെക്നിക് വേർ mRNA സെപ്പറേറ്റഡ് ബൈ ഇലക്ട്രോഫോറസിസ്, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദീസ്. അടുത്ത ക്വസ്റ്റ്യൻ, which among the following statement is related to lipid and are correct? ലിപ്പിഡിനെ അനുബന്ധിച്ചിട്ടുള്ള ഈ പറഞ്ഞിട്ട് 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ലിപ്പിഡ്സ് ആർ സോലുബിൾ ഇൻ അസറ്റോൺ. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലിപ്പിഡ് അസറ്റോണിൽ സോലുബിൾ ആവുന്നുള്ളത്. ഓൺ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ലിപ്പിഡ് ഈൽഡ് ആൽക്കഹോൾ ആൻഡ് അമിനോ ആസിഡ്. ആൽക്കലൈൻ ഹൈഡ്രോളിസിസിൽ ലിപ്പിഡ് ആൽക്കഹോൾസിനെയും അമിനോ ആസിഡ്സുമായിട്ട് മാറും എന്ന് പറയുന്നത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ലിപ്പിഡ്സ് ആർ നോട്ട് എസ്റ്റേഴ്സ്. ഓപ്ഷൻ സി അതും ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ലിപ്പിഡ് ട്രയോലീൻ കണ്ടെയ്ൻസ് ഫാറ്റി ആസിഡ് ആൻഡ് ഫാമിറ്റിക് ആസിഡ്. ആ ഒരു സ്റ്റേറ്റ്മെന്റും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. ലിപ്പിഡ്സ് ആർ സോലുബിൾ ഇൻ അസറ്റോൺ. അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. HSP60 chaperones are sometimes called. What's the question? Option A homodimer, option B chaperonins, option C aggregates, option D proproteins. ഇത് 4 ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. HSP chaperones എന്ന് പറയുന്നത് sometimes called, option B chaperonins. ഇതാണ് കറക്റ്റ് ആൻസർ. They are called heat shock proteins എന്നാണ് ഈ chaperonins-നെ പറയുന്നത്. They are heat shock proteins. അപ്പോൾ HSP60 chaperone-നെ chaperonin എന്നും വിളിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, the cofactor of the enzyme reaction in PCR is ഏതാണെന്നാണ്. ഓപ്ഷൻ എ സൾഫർ ഡയോക്സൈഡ്, ഓപ്ഷൻ ബി HCl, ഓപ്ഷൻ സി magnesium and potassium, and option D Taq polymerase. The correct answer is option C magnesium and potassium. അതാണ് cofactor and the enzyme is Taq polymerase. ഇവിടെ cofactor ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് ഓപ്ഷൻ സി magnesium and potassium is the correct answer. അടുത്ത ക്വസ്റ്റ്യൻ, find out the true statement from the following. ഇതില് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഒളിഗോസാക്കറൈഡ്സ് ആർ കണ്ടൻസേഷൻ പ്രോഡക്ട്സ് ഓഫ് മോർ ദാൻ 10 monosaccharides. ഓപ്ഷൻ ബി ഇനോലിൻ is a fructose polymer. ഓപ്ഷൻ സി galactose is the precursor for the synthesis of ribose, and option D heptose is a polysaccharide. ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതില് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഇനുലിൻ ഇസ് എ ഫ്രക്ടോസ് പോളിമർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം റോങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഹെപ്റ്റോസ് എന്ന് പറയുന്നത് പോളിസാക്കറൈഡ് അല്ല, ഇറ്റ് ഇസ് എ മോണോസാക്കറൈഡ്. അതുപോലെ തന്നെ റൈബോസിന്റെ പ്രിക്കസർ, സിന്തസിന്റെ പ്രിക്കസർ അല്ല ഗാലക്ടോസ്. ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്നത് 3 to 10 മോണോസാക്കറൈഡ്സിന്റെ കണ്ടൻസേഷൻ പ്രോഡക്റ്റിനെയാണ് ഒളിഗോസാക്കറൈഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ 10 എന്നാണ്.
അപ്പോൾ 3 to 10 മോണോസാക്കറൈഡ്സ് ആണെങ്കിൽ ഒളിഗോസാക്കറൈഡ്സ് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്നത് 3 മുതൽ 10 വരെയുള്ള മോണോസാക്കറൈഡ്സിന്റെ കോമ്പിനേഷനെയാണ് ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇനുലിൻ ഇസ് എ ഫ്രക്ടോസ് പോളിമർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ബയോടെക്നോളജിയിൽ നിന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.